നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീന്റെ അവസ്ഥ ഇതുപോലെയാണെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ സ്കിൻ ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ടെക്നീഷ്യൻസ് വരുമ്പോൾ നോർമൽ ആയിട്ടാണ് വാഷിംഗ് ചെയ്യുന്നതെങ്കിൽ ഇവർ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഊരി മാറ്റിയതിനു ശേഷം നന്നായി ക്ലീൻ ചെയ്ത് വീണ്ടും അതിലേക്ക് ഇവരുടെ ഒരു സ്പെഷ്യൽ പൗഡറും കൂടി ചേർത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എത്ര ടൈപ്പ് ക്ലീനിങ് വരുന്നതിൽ? നമുക്ക് 2 ടൈപ്പ് ക്ലീനിങ് വരുന്നത്. ഒന്ന് എക്സ്പ്രസ് ക്ലീനിങ്ങും അതേപോലെ ഡീപ്പ് ക്ലീനിങ്ങും. എക്സ്പ്രസ് ക്ലീനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, വാട്ടർ പ്രഷർ ചെക്കിംഗ്, ഇലക്ട്രിന്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യും, ഡിസ്പെൻസർ ക്ലീൻ ചെയ്യും, ഗ്യാസ്കറ്റ് ക്ലീൻ ചെയ്യും, ഡ്രെയിൻ പമ്പ് ക്ലീൻ ചെയ്യും, ലെവലില്ല വൈബ്രേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവന് ലെഗ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. പിന്നെ നമ്മളെ ഡിസ്കെയിലിംഗ് പൗഡർ ഇട്ടിട്ട് ഒരു ക്ലീനിങ്ങും ചെയ്യും. അതാണ് എക്സ്പ്രസ് ക്ലീനിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്കെയിലിംഗ് പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ മൊത്തം അവർ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും 2 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യണം അല്ലേ? സത്യം പറഞ്ഞാൽ ഇത് ഒരു 1 മന്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാലാണ് നമ്മളെ സോപ്പ് പൊടി, ഡിറ്റർജന്റിന്റെ അതേപോലെ ലിക്വിഡിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സാധനങ്ങളൊക്കെ നമ്മൾ സ്പൈഡറിന്റെ മേലെ അതേപോലെ ടോപ്പ് ലോഡിൽ വരുന്ന സമയത്ത് ഹബിന്റെ മേലെ ഒക്കെ പിടിച്ചെടുക്കാം. അതൊരു മന്ത്ലി വൺസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡീപ്പ് ക്ലീനിങ്ങിലൊക്കെ കാര്യത്തിലൊക്കെ ഒന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. ബേസിക്കലി ഇതൊരു ഹൈജീൻ പ്രൊഡക്റ്റ് ആണ്. നമ്മള് കസ്റ്റമർ അല്ലെ വീട്ടിലെ അമ്മമാരെന്ത് ചെയ്യും, നേരെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് എടുത്ത് കൊണ്ടിടും, വാഷ് ചെയ്യും, നേരെ എടുക്കും, സ്പിൻ ചെയ്ത് ഉണങ്ങി കിട്ടും, അത് നേരെ എടുത്ത് ഉണക്കിടും. അതേപോലെ ഇത് ക്ലീനിങ്ങോ അതേപോലെ ജസ്റ്റ് വാഷിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 മിനിറ്റ് അറ്റ്ലീസ്റ്റ് 2 മിനിറ്റ്സ് എന്തെങ്കിലും എന്ത് ചെയ്യണം, ഇത് ഓപ്പൺ ചെയ്യണം. കാരണം ഇതിലെ മോയ്സ്ചറും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതൊന്നും നമ്മൾ ചെയ്യൂല. അത് നമ്മൾ ക്ലോസ് ചെയ്തിടും, പിന്നെ തിരിച്ച് പിറ്റേന്ന് വരും, നേരെ ഡ്രസ്സ് എടുത്തിടും. അപ്പം തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. അതേപോലെ ഇതിൽ ഫംഗസ്, ബാക്ടീരിയ, ജേംസ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മൾ ഡിസ്കെയിലിംഗ് പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണം, മന്ത്ലി വൺസ് ചെയ്യും വേണം. ഒരു 3 ഇയറിന്റെ കഴിഞ്ഞ മിഷനാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന് ഡീപ്പ് ക്ലീനിങ് ചെയ്തേ പറ്റും. കംപ്ലൈന്റ് വരുമ്പോൾ മാത്രമേ ഈ വാഷിംഗ് മെഷീൻ തുറന്നു നോക്കാറുള്ളൂ. അതെ. വാഷിംഗ് മെഷീൻ കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ നേരെ ടെക്നീഷ്യനെ വിളിക്കുന്നു, കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യുന്നു, പോകുന്നു. അപ്പം തന്നെ പറയുന്നത് എന്താണ് ഇത്ര പെട്ടെന്ന് കംപ്ലൈന്റ് ആയെന്ന് ചോദിക്കുന്നത്. പക്ഷെ കസ്റ്റമർ യൂസേജ് ആണ് മെയിൻലി ഇത് ഇഷ്യൂ ഉണ്ടാക്കണേ. എക്സ്പ്രസ് വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാഷിംഗ് മെഷീൻ അതാ സുന്ദര കുട്ടപ്പനായിരിക്കുകയാണ് ഗൈസ്. കാലിക്കറ്റ് 24 കിലോമീറ്റർ റേഡിയസിലാണ് ഇവർക്ക് സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഫിക്സെയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താണ് ഞാൻ ഇവരുടെ സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വർക്ക് ഷെഡ്യൂൾ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഇവർ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഷിംഗ് മെഷീന് വേണ്ടിയുള്ള ഇവരുടെ എക്സ്പ്രസ് ക്ലീനിങ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇവരുടെ സർവീസിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. 699 ആണ് ഇവർ ഇതിന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫിക്സെയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം സാരക് ഫുഡ് ഗാരേജ്.